അദ്ദേഹത്തെ സിനിമ എന്ന മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. പ്രശാന്ത് സംഗീത പ്രാധാന്യമുള്ള ഒരു കഥാചിത്രത്തെ പോലെ വളരെ ട്രെൻഡിയായിട്ടുള്ള ഒരു കണ്ടംപററി സിനിമയെ പോലെ ഈ നിയമം സമൂഹത്തിലുണ്ടാക്കുന്ന സാമൂഹിക ആഘാതത്തെയും അകലത്തെയും വളരെ സമർത്ഥമായി, പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് തീക്ഷ്ണമായി അത് അവതരിപ്പിക്കുകയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പ്രത്യക്ഷ പ്രക്ഷോഭത്തിലും സമ്മേളനങ്ങളിലൊക്കെ സംവാദങ്ങളിലും ഇടപെട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാൾ വളരെ സമർത്ഥമായി നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ മനസ്സിലേക്ക് ഈ സന്ദേശത്തെ സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഈ ചിത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ പ്രശാന്തിനും അദ്ദേഹത്തിന്റെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും തലസ്ഥാന നഗരിയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ മൊത്തത്തിൽ, കാരണം ഞാനങ്ങനെ പറയാൻ കാര്യം, ഈ ചിത്രം പ്രദർശന കാര്യങ്ങളിൽ പോലും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഘാടക സമിതി രൂപീകരിച്ച് തലസ്ഥാന നഗരിയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ സമക്ഷത്തിൽ ഈ ചിത്രം അവതരിപ്പിക്കണമെന്ന് എന്ന് ആലോചിക്കുകയും ഒരു സംഘാടക സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ നിന്ന് ഉദ്യോഗ തലത്തിലും അതുപോലെ തന്നെ കലാരംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ഒട്ടനവധി പ്രധാനികളാണ് ഈ ഒരു സവിശേഷ ദിവസത്തിൽ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് സംഘാടക സമിതിക്ക് വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ പ്രശാന്തിനും അദ്ദേഹത്തിന്റെ ക്രൂവിനും വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. താങ്ക് യു.